നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദനം ചുരുങ്ങി. ഷീറ്റിന് വിൽപ്പനക്കാർ കുറഞ്ഞതോടെ 4ാം ഗ്രേഡ് 235 രൂപയിലേക്ക് ഉയർന്നു. ഒട്ടുപാൽ കിലോ 150 രൂപയിലും ലാറ്റക്സ് 151 രൂപയിലും ഇടപാടുകൾ നടന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ ചാഞ്ചാട്ടം തായ് മാർക്കറ്റിനെയും സ്വാധീനിച്ചു. ബാങ്കോക്കിൽ ഇന്ന് റബ്ബർ വില കുറഞ്ഞു. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിൽ കൃത്രിമ റബ്ബർ വില ഉയർന്നത് കണ്ട് ഒരു വിഭാഗം വ്യവസായികൾ ചരക്ക് സംഭരണത്തിൽ നിന്നും പിൻവലിഞ്ഞു. വെളിച്ചെണ്ണ വില ഉയർത്താൻ തമിഴ്നാട്ടിൽ സംഘടിത നീക്കം. കേരളത്തിൽ കുറഞ്ഞു. ഏലത്തിന് നേട്ടം. തമിഴ്നാട്ടിലെ മുഖ്യ കാർഷിക വിപണികളിൽ നാളികേരത്തിൻ്റെ ലഭ്യത ഉയരുന്നത് കണ്ട് വാങ്ങലുകാർ സംഭരണത്തോത് കുറച്ചു. പൊള്ളാച്ചി, കാങ്കയം, ഉദുമൽപേട്ട, പഴനി, കോയമ്പത്തൂർ മേഖലകളിൽ പച്ചത്തേങ്ങ വരവിനിടയിൽ ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ കൈവശമുള്ള കൊപ്ര വിറ്റുമാറാനും തിടുക്കം കാണിച്ചു. കാങ്കയത്ത് 151 രൂപയിലാണ് കൊപ്രയുടെ വ്യാപാരം അവസാനിച്ചതെങ്കിലും 150 രൂപയ്ക്കും വിൽപ്പനക്കാർ രംഗത്തുണ്ടായിരുന്നു. അതേസമയം വെളിച്ചെണ്ണ വില ഉയർത്തിപ്പിടിക്കാൻ തമിഴ്നാട്ടിലെ മില്ലുകാർ സംഘടിത നീക്കം നടത്തി. കൊച്ചി, തൃശൂർ, കോഴിക്കോട് വിപണികളിൽ വെളിച്ചെണ്ണ വില ഇന്ന് കുറഞ്ഞു. ഏലക്ക ലേലത്തിൽ ഏകദേശം 1.5 ലക്ഷം കിലോ ചരക്ക് ഇന്ന് വിൽപ്പനയ്ക്കിറങ്ങി. കനത്ത തോതിലുള്ള ചരക്ക് പ്രവാഹം അവസരമാക്കി കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും പരമാവധി സംഭരിക്കാൻ ലേലത്തിന് ഉത്സാഹിച്ചു. 1.25 ലക്ഷം കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ 3787 രൂപയിലും ശരാശരി ഇനങ്ങൾ 2783 രൂപയിലും ലേലം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും